പുതിയ കേരളത്തിന് വികസന ദിശ നൽകുന്ന തൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്. ജൻസികളെയും മുതിർന്ന പൗരന്മാരെയും ഒരുപോലെ ലക്ഷ്യമിടുന്ന നിക്ഷേപ സൗഹൃദവും ഭാവി കേന്ദ്രീകൃതവുമായ ബഡ്ജറ്റാണ് തൻ്റെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് എന്നാണ് അവകാശവാദം. പുതിയ തലമുറയ്ക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സിൽവർ എക്കോണമിയിലൂടെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും ഊന്നൽ നൽകുന്നു എന്ന് വി.ഡി. സതീശൻ പറയുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ്, മിഷൻ സമുദ്ര, സ്വകാര്യ നിക്ഷേപത്തിന് പ്രോത്സാഹനം, ഭൂവിനിയോഗ നിയമങ്ങളിൽ മാറ്റം, അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനുമൊക്കെ ആണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ബജറ്റിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം. ബജറ്റ് ജനകീയമല്ല, മറിച്ച് കോർപ്പറേറ്റ് സൗഹൃദമാണ് എന്നാണ് വിമർശനം. സ്വകാര്യ മേഖലയെ മാടി വിളിക്കുന്നു എന്നതാണ് മറ്റൊരാക്ഷേപം. പല പ്രഖ്യാപനങ്ങളും പ്രായോഗികമല്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭാവി കേരളത്തിനുള്ള ബ്ലൂ പ്രിൻ്റ് ബഡ്ജറ്റിൽ ഇല്ല എന്നും മുൻ സർക്കാരിൻ്റെ പദ്ധതികളെയും അതേപോലെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നു. വി.ഡി. സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റ് കേരളത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ വഴികാട്ടിയാകുമോ? സാമ്പത്തിക വളർച്ചയും ക്ഷേമ പദ്ധതികളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് നീങ്ങേണ്ടതുണ്ട്. നിരവധി പ്രഖ്യാപനങ്ങൾ, ഗവർണൻസ് വിത്ത് എമ്പതി ആണ് തൻ്റെ കാഴ്ചപ്പാട്. അത് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് എന്നാണ് ബജറ്റിനെ കുറിച്ച് വി.ഡി. സതീശൻ പറയുന്നത്. അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം. ആദ്യം എന്നോടൊപ്പം ചേരുന്നത് പുരുഷുവാണ്, വടകരയിൽ നിന്ന്. ശ്രീ പുരുഷു, ഹലോ, ഈ ബജറ്റിനെ താങ്കൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എതിർക്കുന്നു? എതിർപ്പിനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ബഡ്ജറ്റിൽ കാണുന്നില്ല. പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ പ്രഖ്യാപിച്ചിട്ടില്ല. അധ്യാപകർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ള DA-യുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെയായിട്ട് കുടിശ്ശികയുള്ള DA-യെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയും ശമ്പള പരിഷ്കരണം പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ശമ്പള പരിഷ്കരണവും ഈ പറഞ്ഞ ജനകീയമായ കാര്യങ്ങളും നടപ്പിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. മാത്രല്ല, ഈ ബസ് ടാക്സ് കുറച്ചു കൊടുത്തത് ഇപ്പൊ വളരെ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് ആളുകളെ. അത് ഇത്ര കൂടുതൽ കുറച്ചു കൊടുത്തിട്ട് ഗവൺമെന്റിലേക്ക് വരേണ്ട വലിയ വരുമാനം വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോ സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ ആയിരുന്നോ? അങ്ങ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നോ? സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. ശരി. അപ്പം വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ന് ബഡ്ജറ്റ് കണ്ടത്. ബഡ്ജറ്റിനെ കേട്ടത് മുഴുവൻ കേട്ടിരുന്നു, പക്ഷേ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടെ ശമ്പള പരിഷ്കരണം വേണം, കടങ്ങൾ അല്ലെങ്കിൽ അരിയസ് നൽകണം. അതേസമയം ബസ് ഉടമകൾക്ക് കൊടുത്ത ആനുകൂല്യം കൂടിപ്പോയി എന്നാണ് താങ്കളുടെ. ആനുകൂല്യം കൂടിപ്പോയി. പിന്നെ പെൺകുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്ന 1000 രൂപ പ്രഖ്യാപിച്ചിട്ടില്ല. കർഷക തൊഴിലാളി പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ വിഷമമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണഗതിയിൽ ഈ ബസ് വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യവസായമാണ്. അതിനൊക്കെ ആശ്വാസം നൽകുന്നതല്ലേ ആളുകൾ കൂടുതൽ സന്തോഷത്തോടെ കാണുക. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള പരിഷ്കരണം ആവശ്യമാണ്, പക്ഷേ ഇപ്പോൾ ഏറ്റവും സുരക്ഷിതരായി നിൽക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ കുറേയൊക്കെ ത്യാഗത്തിന് തയ്യാറാകേണ്ടത് അവരല്ലേ? അതേസമയം ഈ മറ്റ് മേഖലകൾക്കല്ലേ കൂടുതൽ ഊന്നൽ നൽകേണ്ടത്? അല്ല സർ, ജീവനക്കാരും അധ്യാപകരും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ബഡ്ജറ്റിനെ കണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനടക്കം. പക്ഷേ വളരെ നിരാശയാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, ശരി. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്, കൃത്യവുമാണ്.
അപ്പോൾ ധവളപത്രത്തിൻ്റെയും പ്രകടന പത്രികയുടെയും ചുവട് പിടിച്ചാണ് സർവ്വതല സ്പർശിയായ തൻ്റെ ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. അപ്പോൾ വ്യവസായ നിക്ഷേപം ആകർഷിക്കുക, സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുക, ഭൂമി ലഭ്യത നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക എന്നതൊക്കെ ഈ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമായി വരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു കുടുംബത്തിന് 25 ലക്ഷത്തിൻ്റെ പരിരക്ഷ കിട്ടും. അതിൻ്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപയാണ് വകയിരുത്തിയത്. അപ്പോൾ KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതി, പ്രിയദർശിനി പദ്ധതിക്കായി 6000 കോടി വകയിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് ഈ ബഡ്ജറ്റ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കാർഷിക മേഖലയിൽ കുറച്ചൊരു ഈ റബ്ബറിനൊക്കെ താങ്ങുവില 250 ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഈ നെൽകൃഷിക്കൊക്കെ ഒരു പിന്നെ കൂട്ടണമായിരുന്നു സാമ്പത്തികം. പിന്നെ നേരത്തെ പ്രേഷം പറഞ്ഞ പോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നതും ഇപ്പം പ്രൈവറ്റ് ബസിന്റെ ടാക്സ് അത് കുറച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പ്രിയദർശിനി പദ്ധതി വന്നപ്പോൾ ഇവരുടെ ഡെയിലി വരുമാനം അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടാക്സ് അത് കുറയ്ക്കണം. അത് ഒരു നല്ലൊരു തീരുമാനം. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ ശമ്പള പരിഷ്കരണം ശമ്പളം കൂട്ടിയില്ല എന്ന് പറയുന്നത് ഇവർക്ക് ഇതേ ബസ്സിൽ ഇവർ യാത്ര ചെയ്യുന്നില്ലേ, 1000 രൂപ 1500 2000 രൂപ ഒക്കെ ഒരു മാസം അവർ മിച്ചം പിടിക്കുന്നില്ലേ. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പാവപ്പെട്ട മറ്റുള്ള ജനങ്ങൾക്കും കൂടെ ഉള്ളൊരു ബഡ്ജറ്റാണ്. പിന്നെ ഈ ക്ഷേമ പെൻഷനൊക്കെ ഒന്ന് ഒരു 100 വെച്ച് കൂട്ടണമായിരുന്നു. ഒന്ന് ഈ അവസരമായി കിടക്കുന്നവർക്കെങ്കിലും അങ്ങനെയെങ്കിലും ഒരു ഇത് വെച്ചിട്ടെങ്കിലും കൂട്ടണമെന്നായിരുന്നു എന്റെ താല്പര്യം. ബഡ്ജറ്റ് മോശമില്ലാത്ത ഒരു രീതിയിലേക്കാണ്. ഈ ടാക്സ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് പിന്നെ വാഹനങ്ങളൊക്കെ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ അത് ആ വരുമാനം നമുക്ക് വരികയുള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. പിന്നെ വേറൊരു കാര്യം കൂടെ, പിന്നെ ഹോസ്പിറ്റലുകളിലേക്ക് സ്വകാര്യവൽക്കരണം വരുമെന്ന് പറഞ്ഞു. ഞാൻ കുത്തക മുതലാളികൾ വരുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുത്തക മുതലാളിമാരുടെ ഹോസ്പിറ്റലല്ലേ അമേരിക്കയിലൊക്കെ പോയി ചികിത്സിക്കുന്നത്? അപ്പം ഈ പണമുള്ളവർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മാത്രം മതിയോ ഈ കുത്തക മുതലാളിമാരുടെ ഹോസ്പിറ്റലിൽ? അത് നമ്മുടെ കേരളത്തിൽ കൂടെ പറ്റേ. നമുക്കിപ്പം കേരളത്തിൽ നിന്ന് വിസ മുടക്കി അവിടെ അമേരിക്ക പോയി ചികിത്സിക്കാനാവില്ല. അപ്പൊ കേരളത്തിലുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ഥലം വിറ്റിട്ടാലും ചികിത്സിക്കും ജീവൻ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അപ്പൊ ഇവർക്ക് അത് നല്ലത് നമ്മളിടും. മറ്റേ ഇതിൽ പറഞ്ഞ പോലെ അവരിടുമ്പോൾ ട്രൗസറും മറ്റൊരു ബർമൂടാന്ന് പറഞ്ഞാൽ ആ കളി നടക്കൂല. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി തങ്കമ്മ ചേരുന്നുണ്ട്. ശ്രീമതി തങ്കമ്മ, പിന്നെ സർക്കാർ ജീവനക്കാരെ ഈ ബഡ്ജറ്റ് തലോടിയിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ ചില വിഭാഗങ്ങൾക്ക് നികുതി ഇളവ് കൊടുത്തതിനെയൊക്കെ അത് പൈസ കിട്ടേണ്ടതായിരുന്നു എന്ന വിമർശനങ്ങൾ ചിലർ ഉന്നയിക്കുന്നു. എന്നാൽ ഇത് ഒരു സർക്കാരിൻ്റെ കന്നി ബഡ്ജറ്റ് എന്ന നിലയിൽ വി ഡി സതീശിൻ്റെ ആദ്യ ഒരു ചുവടുവെപ്പാണ്. ഇനിയും സർക്കാരിന് സമയമുണ്ട്. അപ്പോൾ ശ്രീമതി തങ്കമ്മ ഇതിനെ എങ്ങനെ കാണുന്നു? ഇത് ഒരു വികസന കേരളത്തിലേക്ക് ഈ നാടിനെ നയിക്കാൻ ഉതകുന്ന ഒരു ബഡ്ജറ്റാണോ? സാറേ, എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. എനിക്കൊരു ഞാനൊരു ലോട്ടറി വിൽപ്പനക്കാരിയാണ്. ഈ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ലോട്ടറി വിൽക്കാനും ബുദ്ധിമുട്ടാകുന്ന ഈ പ്രൈസ് ഇല്ലാത്തത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ലോട്ടറി വിൽക്കാനും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് ചർച്ചയെല്ലാം കുറവാണ്. രണ്ടാമത് അതൊന്ന് ശരി, അത് ഇച്ചിരിയൊക്കെ ഒന്ന് കൂട്ടിത്തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മുഖ്യമന്ത്രി സാറിനോട്. പിന്നെ രണ്ടാമത് മുഖ്യമന്ത്രി സാറ് പറഞ്ഞത് 3000 രൂപ കൂട്ടുമെന്നാ പറഞ്ഞത് ഈ ക്ഷേമ പെൻഷന്. 3000 കൂട്ടിയതിലും കുറച്ചിലും കൊടുക്കണ്ടേ സാറേ? അത് വരും വർഷങ്ങളിൽ കൂടും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഈ വർഷം തന്നെ കൂടണമെന്നാണോ? അങ്ങനല്ല, ഈ വർഷം അങ്ങനല്ല. നമുക്ക് കൂട്ടി കുറച്ച് കുറേശ്ശെ. ഞാൻ 10-12 വർഷമായിട്ട് ലോട്ടറി കച്ചവടക്കാരിയാണ്. പിന്നെ അപ്പൊ അതിന് 10-12 വർഷം കഴിഞ്ഞു. പക്ഷെങ്കിൽ ഈ 10 വർഷമായിട്ട് ഞങ്ങള് നാട്ടുകാരത്ത് ഒരു മുഴുവൻ കേൾക്കുന്നുണ്ട് ടിക്കറ്റും കൊണ്ട് ചെല്ലുമ്പോ. അത് യു ഡി എഫ് ഏമാൻ സാർ വെച്ചുകൊണ്ടപ്പോ ഇതിലൊക്കെ നല്ലതായിട്ട് പെൻഷൻ ഇതുണ്ടായിരുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബഡ്ജറ്റിനെ കുറിച്ച് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് എന്നോട് പറയുന്നു. അപ്രിഷിയേറ്റ് യുവർ ഫേം ഡിസിഷൻ ഓഫ് സ്കിപ്പിംഗ് abusive comments that the reason I am backing again because I got fed up with such abusive comments in comment box എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവേദിയിൽ യൂട്യൂബിൽ ഇടുമ്പോൾ വളരെ കൃത്യമായുള്ള കമൻറ്റുകൾ ആണ് നമുക്ക് ആവശ്യം. അത് ഒരു നിലവാരത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വിട്ടുകളയേണ്ട സാഹചര്യം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശശിധരൻ പിള്ള പറയുകയാണ്, ഇന്ന് മനു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പൊതുവേദി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു, വന്നത് നന്നായി എന്നാണ് പറയുന്നത്. എവിടെയാണ് ഇടയ്ക്ക് മുങ്ങുന്നത്? ഞാൻ എവിടെയും മുങ്ങിയതല്ല. ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ ചേർക്കാനും
അവൻ 10ാം ക്ലാസ് പാസ്സായല്ലോ. അപ്പോൾ അവനെ പ്രീ ഡിഗ്രിക്ക് ചേർക്കാനും അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി പോയതാണ്. അപ്പം മുങ്ങിയതല്ല. അപ്പോൾ ഏതായാലും ഞാൻ വന്നില്ല എന്ന് കരുതി പൊതുവേദി വരാതിരിക്കരുത് ശ്രീ ശശിധരൻ പിള്ള. അപ്പോൾ പൊതുവേദി എന്തായാലും ഉണ്ടാവും, നമ്മുടെ കൂട്ടായ ഒരു നീക്കമാണ്. അപ്പോൾ തിരുവനന്തപുരം ഈസ് ഒമിറ്റഡ് ഫ്രം ബജറ്റ് എക്സെപ്റ്റ് വിഴിഞ്ഞം പോർട്ട് എന്ന് എന്നോട് പറയുന്നു ഷിജു. അപ്പോൾ ഗോളാന്തരം എന്നോട് പറയുന്നു നമസ്കാരം. ഓക്കെ. പിന്നെ പാപ്പ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എൻ്റെ കമൻറ്റ് വായിക്കാതിരിക്കുകയോ ഇഷ്ടം എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ അസഭ്യമായ സാധനം ഇതിൽ ഗോളാന്തരമാണ് എഴുതുന്നത്, അസഭ്യമായ സാധനം ഇതിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്തിനാണ്, എന്താണ് അത്, അതുകൊണ്ട് അങ്ങേക്ക് കിട്ടുന്നൊരു സുഖം എന്നാണ്. ആളുകളുടെ സത്യസന്ധമായ അഭിപ്രായം പറയാൻ കഴിയുമെങ്കിൽ മാത്രം അതിൽ കമൻ്റ് ഇടുക. ദയവായി ഇതെൻ്റെ ഒരു അപേക്ഷയാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അതിലെ കാര്യം. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ഗോപകുമാർ ചേരുന്നുണ്ട്. ശ്രീ ഗോപകുമാർ പാലക്കാടുകാരനാണ്. സാർ നമസ്കാരം. മനോജി നമസ്കാരം. നമസ്കാരം. എന്തായാലും മകനെയൊക്കെ കോളേജിൽ ചേർത്തി, കോളേജിൽ സ്കൂൾ പ്ലസ് ടു പ്രീ ഡിഗ്രി പ്ലസ് ടു. നമ്മുടെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു, അതുകൊണ്ടാണ് അല്ലേ? അതെ അതെ അതാണ്. ശ്രീ ഗോപകുമാർ ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു, പ്ലസ് ടു ബാച്ച് വന്നത്. ഫസ്റ്റ് ബാച്ച് വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂള്. അത് ശരി. ഓ, അപ്പൊ അങ്ങ് പ്ലസ് ടുവിന്റെ ആദ്യ ബാച്ചാണ്? പ്ലസ് ടു വന്ന രണ്ട്, ഞങ്ങൾ പാലക്കാട് ജില്ലക്ക് 2 സ്കൂളായിരുന്നു. ഒന്ന് പാലക്കാട് ആ ഭാഗത്തൊരു സ്കൂളായിരുന്നു, ഒന്ന് ഇവിടെ വെള്ളിനേഴി. ഓഹോ. ഞങ്ങളുടെ അടുത്ത് ചെറുപ്പളശ്ശേരി വെള്ളിനേഴി പറഞ്ഞ വെള്ളിനേഴി കലാഗ്രാമം ഭയങ്കര പേര് കേട്ട സ്ഥലമാണ്. അങ്ങനെ 2 സ്ഥലത്താണ് കിട്ടിയത്. ഞാൻ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ BA-ക്ക് പട്ടാമ്പിക്ക് വന്നു. BA ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ മനുജി, എനിക്ക് ചെറുതായിട്ടൊരു തിരുത്തൽ അങ്ങേ തിരുത്തണം എന്ന് തോന്നുന്നതാണ്. ചെറുതായിട്ടൊരു തെറ്റ് പറ്റിയതായിരിക്കും അങ്ങേക്ക്, ചിലപ്പോൾ എല്ലാവർക്കും പറ്റും സംഭവിക്കുന്ന കാര്യമാണ്. KSRTCക്ക് പ്രിയദർശിനി സർവീസിന് വേണ്ടിയിട്ട് 6000 കോടി കൊടുത്തു എന്നാണ്, വകവച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് 6000 അല്ല, 600 ആണെന്നൊന്ന് മാറ്റി പറയണം. 600 കോടിയുള്ളൂ. 600 കോടി 6000 കോടി. ഓക്കെ, 6000 കോടി എന്ന് ഞാൻ പറഞ്ഞു പോയി. ഓക്കെ. പ്രാരംഭ ചെലവുകൾക്ക് 600 കോടിയാണ് മാറ്റി വെച്ചത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്ഷമിക്കണം, ഞാൻ താങ്കളെ തിരുത്താൻ മാത്രമേ. അതൊന്നുമില്ല, നമ്മളൊക്കെ എനിക്കത് 600 കോടിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല, ഞാൻ വായിച്ചപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം. അപ്പൊ ഏതായാലും അങ്ങ് പറഞ്ഞുകൊണ്ട് നമുക്ക്, ഞാൻ അങ്ങനെയാണ് വായിച്ചത്, ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയാണ് വായിച്ചതെങ്കിൽ അങ്ങനെ അത് നമുക്ക് തിരുത്തി പോവാം. പ്രേക്ഷകർ സ്വകാര്യവൽക്കരണ ബഡ്ജറ്റായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കാണാൻ കഴിയില്ലെങ്കിൽ കൂടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പ്ലസ് ഗോപകുമാർ BJP കാരനാണല്ലോ. അപ്പൊ പ്രൈവറ്റൈസേഷനും അതുപോലെ ഓഹരി പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറെന്നാകുമ്പോൾ മാത്രമേ അതിന്റെ വിഷയം വരുന്നുള്ളൂ. പറഞ്ഞിട്ട് ഓഹരി വിറ്റഴിച്ച കുഴപ്പമില്ല. പറഞ്ഞിട്ട് ചെയ്യാനും കുഴപ്പമില്ല. പറയുന്നത് ഒന്ന്, മറ്റേ അംബാനിനെ അദാനിനെ ഒരുപാട് കുറ്റം പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും. അത് കാരണം കൊണ്ട് ഇപ്പൊ അവര് സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കും, സ്വകാര്യവൽക്കരണത്തിനായിട്ടുള്ള നമുക്ക് എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ശ്രീ ഗോപകുമാർ? സ്വകാര്യ നിക്ഷേപം വരാതെ ഈ സർക്കാർ സർവീസിൽ ആകെ കേരളത്തിലെ ഒരു 5% താഴെ ആളുകളല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പിടിച്ചു നിർത്തുന്നത് സ്വകാര്യ മേഖലയല്ലേ? ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് ആൾക്കാരാണ് ഇവർ 2 പേര്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടിയതുള്ളൂ. പിന്നെ അവര് പണം നീക്കി വെച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് 10 കോടിയാണ് വെച്ചിരിക്കുന്നത്. മനോജി, 10 കോടി കൊണ്ട് 40 ഫാമിലിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആണ്. പ്രാരംഭ ഇതാണ്. മാത്രമല്ല, ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞാൽ 40 പേർക്ക് അത് 25 ലക്ഷം വെച്ച് വീതിച്ചു കൊടുക്കുകയല്ല. അത് ആരെങ്കിലും അസുഖബാധിതരായാലല്ലേ നമുക്ക് ആ ഇൻഷുറൻസിന്റെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, സപ്പോസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ കഴിയുന്നത് 40 ഫാമിലിക്ക് മാത്രമാണ്. അവിടെ ഒരു പാളി ചെയ്യേണ്ട, കുറച്ച് കൂടുതൽ കൂട്ടി വയ്ക്കേണ്ട, KSRTC വയ്ക്കേണ്ടതായിരുന്നു. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവര് അതേ CPM ചെയ്ത അതേ തെറ്റനല്ലേ ഇവർ ചെയ്യുന്നത്. CPM 4.25 വർഷം കഴിഞ്ഞിട്ടാണ് 1600 ഇന്ന് 400 കൂട്ടിയിട്ട് 2000 ആക്കി കൊടുത്തത്. 4 മാസം കൊടുത്തു. അതേ കണ്ടീഷനിലേക്ക് ഇവര് പോവാണ്ടേ, മാറ്റിയിട്ടൊരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിന് 200 രൂപ. ഇവര് പറഞ്ഞത് 2000-ന് 3000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കൊല്ലത്തിന് 200 രൂപ വെച്ച് കൂട്ടിയാൽ കൂടിയിട്ട് 5 കൊല്ലത്തിന് 1000 രൂപ കൂട്ടായിരുന്നു ഇവർക്ക്. ഒരു 200 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ വളരെ വിഷമത്തിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിരുന്നു. 200 രൂപയും കൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല. ഒരു 200 രൂപ ഇതിൽ കൂട്ടായിരുന്നു എന്റെ ഒരു അഭിപ്രായമാണ്. CPM ചെയ്ത അതേ നടപടിയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 3000 ആക്കി തരാം. 4.25 കൊല്ലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരു 500 രൂപ കൂട്ടിയിട്ട് 2500. അവർ 2500 പറഞ്ഞ് 2000 ആക്കിയുള്ളൂ. ശരി, അപ്പൊ സമയം ഏതായാലും നമുക്ക് അങ്ങക്ക് അധികമായതുകൊണ്ടാണ്. ഓക്കെ, സുധീർ എന്നോടൊപ്പം ചേരുന്നു തൃത്താലയിൽ നിന്ന്. സുധീർ. ഹലോ. യെസ് സുധീർ.
ഫുള്ള് പ്രൈവറ്റൈസേഷൻ്റെതാണ് കാര്യം കാട്ടുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ധവളപത്രം ഇറക്കി അതിലൊക്കെ കംപ്ലീറ്റ് കടം പറഞ്ഞിട്ട് പ്രൈവറ്റൈസേഷൻ. പിന്നെ ഇനി കേരള തീരം ഉണ്ടാവില്ല, അതൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്യും. ഇവര് ചെയ്യാൻ നിൽക്കുന്നതാണ്. പിന്നെ സതീശ് ഇപ്പൊ കണ്ടത് അന്ന് പിന്നെ 1-ാം തീയതി 4-ാം തീയതി ഇവിടുന്ന് ബാംഗ്ലൂർ പോയി, മംഗലാപുരം പോയി, അവിടെ അദാനി ടീമിനുണ്ട്. പിന്നിപ്പോ ഇവിടുത്തെ സ്വകാര്യ ഗണന മേഖല ഉണ്ടല്ലോ, അതിലൊക്കെ ED വന്ന് കയറും, അത് നേരെ അദാനി പിടിക്കും, ആ കമ്പനിയൊക്കെ അദാനി മേടിക്കും. കേരള തീരം കേരളത്തിന്റെ ഇതിലുള്ള ഈ അദാനിയുടെ കയ്യിലാവും. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി വരും. അതാണ് പറയുന്നത്. പിന്നെ 12 കോടി എത്ര, പിന്നെ ഇൻഷുറിന് 10 കോടി രൂപ. പ്രാരംഭ നടപടികൾക്കാണല്ലോ അങ്ങനെയല്ലേ ഒരു തുക ബജറ്റിൽ അവതരിപ്പിക്കാവും. കുറ്റം പറയാൻ വേണ്ടി നമ്മൾ കുറ്റം പറയുന്ന രീതി ആയോ? അത് കുറ്റം പറയണല്ല, അത് നിങ്ങൾക്ക് തന്നെ ആണെങ്കിലോ. ഇത് പിന്നെ നമ്മളെ ഇൻഷുറിന്റെ പോളിസി എത്ര രൂപ വേണ്ടി വരും എന്നൊക്കെ. അത് ഇത് അതിന്റെ ആ ഒരു നടപടിക്രമം തുടങ്ങുന്നതിനായി ഒരു ബജറ്റ് കഴിഞ്ഞ അതിന്റെ റിവിഷൻ ബജറ്റ് അല്ലേ? നമ്മൾ ഏകദേശം നമ്മളെ കുടുംബങ്ങൾ ഒരു 85-90 കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. അവർ ഇൻഷുർ പോളിസി എത്ര രൂപ വരും അതിനെ പറ്റി പറയുന്നുണ്ടോ? പൊന്നു സുഹൃത്തെ, അത് തുടങ്ങുകയല്ലേ. ഇതിന്റെ ആദ്യം നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയല്ലേ ഇത് റിവിഷൻ ബജറ്റ് അല്ലേ? നമുക്ക് റിയാലിറ്റി അറിയാലോ. അങ്ങ് വിചാരിക്കുന്നത് നാളെ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ഇൻഷുറൻസ് കിട്ടുന്നതാണോ? അതിന്റെ പ്രാരംഭ നടപടികളാകുന്നേ ഉള്ളൂ. അതിനിപ്പോ ആ പൈസയല്ലേ ആവുള്ളൂ. അതല്ല, അതിന്റെ ബഡ്ജറ്റ് നമുക്ക് നോക്കാം, നമുക്ക് വരും നോക്കാം. ഇപ്പൊ ബഡ്ജറ്റ് നമ്മൾ പ്രഖ്യാപിച്ചാലും ഇത് നടപ്പിലാക്കണമെന്നില്ല. ശരി, ഓക്കെ. ഗവൺമെന്റ് ഇപ്പൊ ബഡ്ജറ്റ് പ്രഖ്യാപിക്കും, ഇത്ര കോടി രൂപ അതിന് കൊടുത്ത്, ഇത്ര കോടി ഇതിന് കൊടുത്ത്. പക്ഷെ അത് നടപ്പിലാക്കണം. എല്ലാവരും നടപ്പിലാക്കലുണ്ടോ? ഇല്ല. ബഡ്ജറ്റിൽ ഇവര് പറയും, പലർക്കും പല കോടികളും പറയും. അത് ബഡ്ജറ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. ശരി, ഓക്കെ. അപ്പൊ എന്നോട് സലീം എന്നോട് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നതിന് പകരം അവർ വിരമിച്ച ശേഷം ഏതാണ്ട് 40 കൊല്ലം കിട്ടുന്ന പെൻഷൻ, മാസം തോറും കിട്ടുന്ന പലതരം അവധികൾ, LTA, ചികിത്സാ സഹായം എല്ലാം കൂടി എത്രയുണ്ട് എന്ന് പറയണം എന്ന് പറയുന്നു. സോറി മനു, നോ മോർ പ്രീ ഡിഗ്രി, നൗ ഓൺലി +2 എന്ന് ഷിജു പറയുന്നു. ഓക്കെ പിള്ളേ, നമ്മുടെ വീണമോളെ ഈ ED പണി കൊടുത്തു തെളിവെടുപ്പിന് കൊണ്ടു നടന്നപ്പോൾ സഖാക്കന്മാർ എവിടെയായിരുന്നു എന്നൊക്കെ ജയകുമാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മുരളീധരൻ നമസ്കാരം എന്ന് പറയുന്നു. 3 ദിവസം കടുത്ത പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന എല്ലാമായി പെട്ടുകിടക്കായിരുന്നു. ഞാനും ചെറുതായി അങ്ങനെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായി തൊണ്ടയും ഒക്കെ ചെറിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ജയകുമാറുണ്ട്, സുഖമായിരിക്കുന്നു എന്ന് എന്നോട് ചോദിക്കുന്നു. ശ്രീകുട്ടി സന്തോഷ് എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കോട്ട് നന്നായിട്ടുണ്ടെന്ന് എന്നോട് മിസ്റ്റർ മുരളി പറയുന്നു. അപ്പോൾ ഫാദർ സാമുവൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ, അങ്ങക്ക് ഈ ബഡ്ജറ്റ് എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ബഡ്ജറ്റ് ജനകീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല ഉണ്ട്, അതൊക്കെ പ്രായോഗികമായി തീരാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്നാണ് എന്റെ ആശംസ. പക്ഷേ വരുമാനം സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫിനാൻസ് വളരെ മോശം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെ ഒരു വരുമാന മാർഗമുണ്ട്. നമ്മുടെ കരിമണൽ തക്ക സമയത്ത് വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ കിട്ടും. അത് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് കരിമണൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ തക്കൊണ്ട് സാധിക്കുക, അങ്ങനെ എങ്ങനെയാ വരുമാനം ഉണ്ടാക്കാൻ കഴിയുക, അതിനെക്കുറിച്ച് ശരിക്കൊരു പഠനം നടത്തിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് ഏൽപ്പിച്ച് അതിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ എല്ലാ കടവും തീർക്കാൻ തക്കൊണ്ടും കഴിയും. ഇതിനെക്കുറിച്ച് ജനം TVയിൽ ഒരു സയന്റിസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് കോടാനുകോടി രൂപ നമുക്ക് കിട്ടും. എന്നിട്ട് അത് ഉപയോഗിക്കാതെ അത് പ്രൈവറ്റ് മേഖലയ്ക്ക് ഫാദർ സാമുവൽ, ഞാൻ ഈ ഫാദർ സാമുവൽ എൻ്റെ ഈ പത്രപ്രവർത്തനത്തിന്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കരിമണലിനെ പറ്റി പഠിക്കാനായി അവിടെ നീണ്ടകര പുഴയിലും അവിടെയെല്ലാം ചെന്നാണ്. ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു ചതിയുണ്ട്. ഈ കരിമണൽ നമ്മൾ അനിയന്ത്രിതമായി ഖനനം ചെയ്താൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതിലേക്ക് കണ്ണുവെക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം കരിമണൽ എന്നത് ഈ ടൈറ്റാനിയം പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഗുണം അറിയാലോ, ഇരുമ്പിൻ്റെ ശക്തിയും അലുമിനിയത്തിൻ്റെ വെയിറ്റുമുള്ള ലോഹം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ധാതുവാണത്. അങ്ങനെ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ കണ്ണു നട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ അങ്ങ് നമുക്ക് വാരിക്കളഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ അത് ചില്ലറയല്ല. അത് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാനും പാടില്ല. പല ആളുകളും അതിനുവേണ്ടിയൊക്കെ ഇങ്ങനെ ആവേശപൂർവ്വം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമായൊരു കാര്യം അല്ല എന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് അന്ന് മനസ്സിലായത്. അതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഒരു സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ
അത് അനിയന്ത്രിതമായി അത് ഖനനം ചെയ്തെടുക്കണമെന്നും അത് വിറ്റ് കാശാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്താൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് പരിസ്ഥിതി മേഖലയിലുള്ളവർ അന്ന് അത് വലിയ തോതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾക്ക് അങ്ങനെ കണ്ട് കരിമണൽ ഖനനം അനുവദിക്കാൻ കഴിയുമോ എന്നത് എനിക്ക് സംശയമാണ്. അപ്പോൾ സദാ ശശിധരൻ പിള്ള പറയുന്നു മുരളിയുണ്ട്. അപ്പോൾ എൻ്റെ കോട്ടിനെ പുകഴ്ത്തുന്നുണ്ട് ശ്രീ മുരളി. അപ്പോൾ ഗോപകുമാറിനോട് പറയുകയാണ് ഒന്ന് ക്ഷമിക്കാൻ, മനുവിന് ചില തെറ്റൊക്കെ പറ്റിയാൽ ക്ഷമിച്ചുകൂടെ എന്നാണ്. പിന്നല്ലാതെ ഷാജി അവിടെയുണ്ട്. സന്തോഷം. സ്റ്റാർവ് യുവർ ഫീവർ എവേ, ഈറ്റ് യുവർ കോൾഡ് എവേ എന്നാണ്. രണ്ടും കൂടിയായാൽ അത് എന്താ ചെയ്യുക എന്നാണ് ശ്രീ മുരളീധരൻ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു പഴയ സ്ട്രീങ്, സ്റ്റാർവ് യുവർ ഫീവർ ആൻഡ് സ്റ്റഫ് യുവർ കോൾഡ് എന്നാണ്. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ പറയും സ്റ്റാർവ് യുവർ ഫീവർ ആൻഡ് സ്റ്റഫ് യുവർ കോൾഡ്. അപ്പോൾ പനി വന്നാൽ നല്ലോണം ഭക്ഷണം കഴിക്കുക, അതുപോലെ ജലദോഷം വന്നാൽ ജലദോഷം വന്നാൽ നല്ലോണം ഭക്ഷണം കഴിക്കുക, പനി വന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജയകുമാറുണ്ട്. പിന്നെ എനിക്ക് ചുവന്ന എന്താണ് ഹൃദയമൊക്കെ അയച്ചു തരുന്നുണ്ട് സുനിൽ കുമാർ. കേരള തീരം സുധീർ ഏറ്റെടുത്ത പോരെ. ഓക്കെ, പ്രദീപ് കുമാർ എന്നോട് പറയുന്നു ഗുഡ് ഈവനിങ് മനു ആൻഡ് ഓൾ. ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് വി ക്യാൻ അപ്രിഷിയേറ്റ് ആൻഡ് ഹോപ്പ് ഫോർ എ ബെറ്റർ കേരള എന്നാണ് പറയുന്നത്. അപ്പോൾ ശശിധരൻ പിള്ളയും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിറയെ പ്രേക്ഷകരുണ്ട്. സൗമ്യ മാഡം എന്നോടൊപ്പം ചേർന്നിരിക്കും. സോ സാഡ് യു സ്കിപ്ഡ് മൈ കമൻസ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, ഞാൻ അതിലേക്കൊക്കെ വരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ശ്രീമതി സൗമ്യ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. മാത്രമല്ല ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും അത് ഞാൻ മിസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ അങ്ങനെ യൂട്യൂബിൽ ചേർന്ന്. സദാശിവൻ കണ്ണൂരിൽ നിന്ന്. ശ്രീ സദാശിവൻ നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കണ്ണൂരാണ്, അഞ്ചരക്കണ്ടിയിലാണ്, കണ്ണൂർ ജില്ലയില്. ഞാൻ ഒരു നിർമ്മാതാവാണ്. ഇന്നത്തെ നമ്മുടെ പ്രൊജക്ടിൽ ഞാൻ കണ്ടപ്പോ നമ്മുടെ തുറമുഖം ഉണ്ടല്ലോ, തുറമുഖം നിർമ്മിക്കുന്നുണ്ട്. അതെ, 10 മാരി ഞാൻ ദുബായ് റാസലമിൽ പോയി നിർമ്മിച്ചു വന്നു. ടിവിയിൽ വന്നു, പത്രത്തിൽ വന്നു, FM റേഡിയോയിൽ വന്നു, ആകാശവാണിയിൽ വന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലായിരുന്നു, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ. ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് ഒരു 50 സെന്റ് സ്ഥലം ലൈസൻസ് അടിസ്ഥാനത്തിൽ തന്നാൽ ഇത് ചെയ്യാൻ പറ്റും. ഞാനായിട്ട് 48 വർഷമായിട്ട് 10ഓളം ഗുരുക്കന്മാരിൽ നിന്ന് കണ്ടെത്തിയ പുതിയൊരു ടെക്നോളജിയാണ്. 50 സെന്റ് സ്ഥലം സൗജന്യമായി തരണമെന്നാണ് താങ്കളുടെ അവകാശം? സൗജന്യമല്ല, തുറമുഖ വകുപ്പിൽ, ഇപ്പൊ തുറമുഖമാണല്ലോ, തുറമുഖ വകുപ്പിൽ എനിക്ക് തന്നു കഴിഞ്ഞാൽ, കാരണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 18 കർമ്മങ്ങളിൽ ഒന്ന് എന്റെ ഉരുവായിരുന്നു. 2023 സെപ്റ്റംബർ 17 ദ്വാരകയിൽ പ്രഖ്യാപിച്ച 17 കർമ്മങ്ങളും വീട്ടിൽ നിന്ന് ചെയ്യാം. 18ാമത്തെ കർമ്മമായ ജലവാഹനം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഞാൻ 3 വർഷമായിട്ട് വീട്ടിലിരുന്ന് ഡ്രോയിങ് ചെയ്യാം. ഒരു നിർമ്മാണത്തെ കുറിച്ച് ഞാനായിട്ട് കണ്ടെത്തിയ ഒരു ടെക്നോളജിയാണ്. അപ്പൊ എന്റെ ഈ പേപ്പർ ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ ഞാനിപ്പോ അദ്ദേഹത്തിന് 12-ാം തീയതി തിരുവനന്തപുരത്ത് പോയി കൊടുത്തു. അതുകൂടാതെ ഞാൻ അയച്ചു. അതിലിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. വിഷയം 1, മരത്തിൽ ഒരു രൂപത്തിലുള്ള ജലവാഹന നിർമ്മാണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് 48 വർഷത്തെ 10ഓളം ഗുരുക്കന്മാരിൽ നിന്നും കർമ്മം ചെയ്ത് കണ്ടെത്തിയ പുതിയ ടെക്നോളജി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. പുതിയ ബഡ്ജറ്റിൽ ഒരു നദിയിൽ 100 കോടി, 44 നദിയിൽ 4400 കോടിയുടെ മരം കൊണ്ട് നിർമ്മിക്കുന്ന ജലവാഹനങ്ങൾ നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കാൻ കഴിയും എന്നുകൂടി അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഏതായാലും ഇപ്പോൾ നമ്മളൊരു ഷിപ്പിംഗ് നയം പുതുക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് കൂടെ ഗുണകരമാവും എന്ന്. അതെ, അതാണ് ഞാൻ വിളിച്ചത്. കാരണം എനിക്ക് കാരണം 10 വർഷമായിട്ട് വീട്ടുകാരൊക്കെ വെറുത്തു. ഒരു പണിക്ക് പോവാതെ ഇരുന്ന് ഡ്രോയിങ് ചെയ്യുന്ന ഒരാളെന്നെ അവസ്ഥ എന്താ ഉണ്ടാവുക? ഞാനൊരു കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, കൽപ്പിതം വുഡ് മറൈൻ ഇൻഡസ്ട്രി. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് മോൻ്റെ സ്കൂൾ ഞാൻ അവനെ തൃശ്ശൂരിലാണ് കൊണ്ടു ചേർത്തത്. കാരണം അവിടെ അവന് ചില എൻട്രൻസ് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി അവിടെയാണ് നല്ലതെന്നുള്ള അർത്ഥത്തിൽ ഒരു എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ പിന്നെ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി ചേർന്നിട്ടുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ എന്ന് എന്നോട് പറയുന്നു. ഓക്കെ, എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നമസ്കാരം. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ഒരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. കേന്ദ്ര പദ്ധതികളെല്ലാം കറക്റ്റായി നടപ്പിലാക്കിയാൽ ഇടതും വലതും നിലം തൊടില്ല. ഇവിടെ പൊളിറ്റിക്സ് പറഞ്ഞു ഒന്നും നടപ്പിലാകില്ല എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നുണ്ട്. അപ്പോൾ സദാശിവൻ നായർ പറയുന്നത് ഞാൻ കുറച്ച് ദിവസമായി പനിയായിട്ടിരിക്കുകയാണ്, എങ്കിലും എല്ലാ ദിവസവും പൊതുവേദി കാണുന്നുണ്ട്. ബജറ്റ് ജനകീയ ബജറ്റാണ്. ഞാൻ സർക്കാർ പെൻഷൻ ആയതുകൊണ്ട് എൻ്റെ മാനസിക സ്ഥിതി ഊഹിക്കാമല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ
ശ്രീ സദാശിവൻ നായരാണ് പറയുന്നത്. അദ്ദേഹം ഒരു സർക്കാർ പെൻഷനറാണ്. സ്വാഭാവികമായും അവരൊക്കെ ബജറ്റിൽ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ എന്നോട് സുനിൽകുമാർ പറയുന്നത് പെട്രോൾ ടാക്സ് കുറയ്ക്കാൻ പിണറായിക്കെതിരെ വാളെടുത്ത സതീശൻ ബജറ്റിൽ ഇപ്പോൾ കൂട്ടിയതിൻ്റെ ടാക്സും കുറച്ചില്ല. പിണറായി കൂട്ടിയ 2 രൂപ സെസ് പോലും കുറച്ചില്ല. പിന്നെ എന്താണ് ഈ വാചകം അടിക്കുന്നതെന്നാണ് പറയുന്നത്. ചുനാവി ജുംല ഹിന്ദിയിലൊക്കെ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എഴുതുന്നത്. ചുനാവി ജുംല എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഈ ബജറ്റ് ബജറ്റിനേക്കാൾ എത്ര നിസ്സാരം, അത്ര കടുത്ത വിശ്വാസ വഞ്ചനയല്ലേ ഈ ബജറ്റിൽ കാണുന്നത്. ഇത് വഞ്ചനാപരമായ ബജറ്റ് എന്നാണ് പറയുന്നത്. ഓർമ്മയിൽ ഇങ്ങനെയൊരു വഞ്ചന തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത്. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് ഫോറിൻ ഹോസ്പിറ്റൽസ് ആർ പ്രൊമോട്ടിങ് ഓർഗൻ ട്രാഫിക്കിംഗ് എന്നാണ് പറയുന്നത്. അത് ഞാൻ അറിയില്ല. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ കർശന നടപടി എടുക്കണം. ആരാണ് ഓക്കെ. അപ്പോൾ മണിമല്ല ഹിന്ദിയിൽ വന്നതിന് നമ്മുടെ സുനിൽകുമാർ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ എന്നോട് ഷാജി പറയുന്നു, മനു ഈ ബജറ്റ് ജനപ്രിയ ബഡ്ജറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഒന്ന് പൊടിതട്ടിയെടുത്തു എന്ന് മാത്രം. എനിക്ക് നന്നായി തോന്നിയത് 250 രൂപ റബ്ബർ താങ്ങുവില നിശ്ചയിച്ചതാണ്. അത് നടപ്പിലാകുമോ എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ. രാജഗോപാൽ CG എന്നോട് പറയുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രൊമോട്ട് ചെയ്യാത്ത ഇടതു വലത് മുന്നണികളുടെ സമീപനം ദൗർഭാഗ്യകരമാണ്. അപ്പോഴാണ് 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പദ്ധതി നടക്കുമോ ആവോ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ നിറയെ പേർ എന്നോടൊപ്പം അങ്ങനെ യൂട്യൂബിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. KG കുമാർ ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. KG കുമാർ, ഹലോ. ഹലോ, നമസ്കാരം. കേൾക്കാമോ? നമസ്കാരം. കേൾക്കാം. ശ്രീ KG കുമാറിന് ബഡ്ജറ്റ് ബോധിച്ചോ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഈ നോക്കുമ്പോൾ ഒരു വലിയ മികച്ച ബഡ്ജറ്റെന്നോ അല്ലെങ്കിൽ ഒരു ജനകീയ ബഡ്ജറ്റെന്നോ എന്നൊന്നും പറയാനൊക്കത്തില്ല. എന്തായിരുന്നു ജനകീയ അങ്ങ് പ്രതീക്ഷിച്ചത്? ഈ 3000 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിനെന്തെങ്കിലും മാറ്റം വരുമെന്ന് വിചാരിച്ച് അത് കണ്ടില്ല. പക്ഷെ അതേപോലെ തന്നെ റബ്ബറിന്റെ 250 താങ്ങുവില ഇപ്പൊ തന്നെ 273 ഉണ്ട്. പിന്നെ ഈ താങ്ങുവിലയിൽ എന്താ ഇതുണ്ട്. പിന്നെ പൊതുവെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് കൈപൊള്ളാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരുപാട് പെൻഷൻ ഈ ക്ഷേമ പെൻഷനുകൾ ഒരുപാട് കൊടുക്കാൻ കിടക്കുകയാണ് പല മേഖലകളിലും. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരുപാട് സ്റ്റാഫുകളെ ഒരുപാട് വെച്ചിട്ട് അനാവശ്യ ചെലവുകൾ, അതേപോലെ PSCയുടെ മെമ്പർമാരുടെ എണ്ണം 18, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാല് എല്ലാരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വലിയ കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ഇതാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ പ്രവാസികൾക്കുള്ള പെൻഷൻ അത് തന്നെ ഇപ്പൊ 2-3 മാസം കുടിശ്ശികയാണ്, ആർക്കും കൊടുക്കുന്നില്ല. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ കേൾക്കാമോ? ഹലോ, പറഞ്ഞോ. അങ്ങക്ക് ഈ ബഡ്ജറ്റിൽ ഏറ്റവും രസകരമായി തോന്നിയത് എന്താണ്? അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല, അവസരം കിട്ടിയില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ. അപ്പം ഞാൻ ഗൗതമിലേക്ക് വരും. ഗൗതം എന്നോട് പറയുന്നു, മനു ഞാൻ ഈ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് എന്നോട് പറയുന്നു. സുകുമാരൻ എന്നോടൊപ്പം ചേരുന്നു പുനലൂരിൽ നിന്നാണ്. സുകുമാരനെ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനായിരുന്നു ഞാൻ വിളിച്ചതേ. സാറേ, ഞാൻ ഒരു 10-68 വയസ്സുള്ള ഒരാളാണ്. ഞാൻ കുടുംബമായിട്ട് വലിയ സാമ്പത്തികം ഒന്നും ഉള്ള ആളല്ലായിരുന്നു, കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു. ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങള് സാധാരണ ഇപ്പം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ഞങ്ങളെ പോലുള്ള പ്രായമുള്ളവർക്ക് ഞാൻ ഒരു മാസത്തിൽ ഒരു 3-4 തവണ മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ മരുന്നുകൾ ഗവൺമെന്റ് ആശുപത്രി സാധാരണ ഇല്ല, പുറത്തുനിന്നാണ് ഇതിനെല്ലാം വാങ്ങിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒന്നീ ബസ് യാത്രയിൽ ഒരു സൗജന്യം അനുവദിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ, അതായത് ഈ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാണ് അധികാരത്തിൽ വന്നത്. ഈ പെൻഷനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് 10,000-30,000 രൂപ തരുന്നത് സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ അതായത് ഒരു മന്ത്രിക്കുള്ള PA മാരുടെ എണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക. അത് കണക്ക് തന്നെ ഈ
സൗജന്യ യാത്ര കൊടുത്തത് നല്ലതാ. അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഞങ്ങളെ പോലുള്ള പാവത്തുങ്ങൾക്ക് കൂടെ കിട്ടിയായിരുന്ന കാര്യമൊന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് നമുക്ക് നല്ല വേദനയുള്ള കാര്യമാണ്. കാരണം ഒരു പുതിയ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. എന്നെ പോലുള്ള ഒരുപാട് ധാരാളം ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്നാണ് നമ്മുടെ വിചാരം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് സുനിൽ ജോസഫ് പറയുന്നത് ബിഗ് സല്യൂട്ട് ടു യു എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു പ്രതികരണമായിരിക്കാം. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചെയ്യുന്നു. ശ്രീ റഷീദ് കൊയിലാണ്ടി, പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ഒന്നും പലതും ബഡ്ജറ്റിൽ ഇല്ല എന്നാണ് ആളുകളുടെ ഒരു പ്രതികരണം. അതൊക്കെ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കുറെ കൂടി ഒരു പക്ഷേ വിമർശനാത്മകമായി പറയുന്നതായിരിക്കാം. ശ്രീ റഷീദ് കൊയിലാണ്ടി എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? പുതുയുഗ കേരളത്തിനായി വിസ്മയം തീർത്തുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിട്ടാണ്. എന്താണ് അതിൽ ഈ വിസ്മയം എന്താണ് അങ്ങ് കണ്ടത്? വിസ്മയം എന്താണ് എന്ന് വെച്ചാൽ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിന്റെ പുറത്ത് ഇരുന്നു കൊണ്ടാണ് നമ്മുടെ ധനകാര്യമന്ത്രി, പ്രിയങ്കരനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ബജറ്റ് അത് അവതരിപ്പിച്ചത് എന്ന് ആദ്യമായി നാം മനസ്സിലാക്കുക. അതിൽ വിസ്മയം എന്താണ്? നമ്മുടെ ഗ്യാരണ്ടി 5 ഗ്യാരണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങളായി. അതിലെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഒരു ഗ്യാരണ്ടി നമ്മുടെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അത് പ്രായോഗികമാക്കി. രണ്ടാമതായിട്ട് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിന് നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ഈ കാലിയായ ഖജനാവ് മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയില്ലോ. 5 വർഷം കൊണ്ട് എന്തെല്ലാം ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കും ഒരു നികുതി ഭാരം ചുമത്തിയിട്ടില്ല. ഈ ഖജനാവിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് പോലും ഒരു നികുതി ഭാരം ചുമത്തിയിട്ടില്ല. ഒരു ടാക്സ് പോലും ആർക്കും വർദ്ധിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ബജറ്റല്ലേ. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ ബാലഗോപാലിന്റെ ബജറ്റ്, അതേപോലെ തന്നെ തോമസ് ഐസക്കിന്റെ. ആളുകളെ ഏറിൽ നിർത്തിക്കൊണ്ട് ഒരു വാഗ്ദാനവും പാലിക്കാത്തതിനപ്പുറം പാലിക്കുന്ന വാഗ്ദാനങ്ങൾ കണിശമായും വ്യക്തമായും പറയുകയാണ് ഈ ബജറ്റ്. നമുക്ക് സമയക്കുറവുകൊണ്ടാണ്, അതെല്ലാം അങ്ങ് വ്യക്തമായി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങയുടെ നിലപാട് കൃത്യമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് 19-ാം തീയതി വിസ്മയം ഉണ്ടാവും എന്ന് പറഞ്ഞത് ശരിയായില്ലേ എന്ന് ചോദിക്കുന്നു എന്നോടൊപ്പം ശ്രീ മുരളി. നമസ്കാരം. വി ക്യാൻ ഗീവ് സം ടൈം ഫോർ ഗവൺമെൻറ് ടു പെർഫോം ബെറ്റർ മന്ത്സ് ടു കം എന്ന് എന്നോട് പറയുന്നു ശ്രീ ശിവദാസൻ TK. അപ്പോൾ അതോടൊപ്പം തന്നെ വാട്ട് വിൽ ഹാപ്പൺ ഇഫ് യു ഫീൽ ലൈക്ക് കോഫ് ആൻഡ് സ്നീസ് ഡ്യൂറിങ് പൊതുവേദി, യു വിൽ ഗോ ഫോർ എ ബ്രേക്ക് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. സ്വാഭാവികമായി തുമ്മൽ വന്നാൽ എന്തും നമുക്ക് തടയാൻ പറ്റില്ല. തുമ്മൽ വന്നാൽ തടയാൻ പറ്റില്ല. അപ്പോൾ തുമ്മ തന്നെ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ശശിധരൻ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ ശശിധരൻ, നമസ്കാരം. നമസ്കാരം. ശ്രീ ശശിധരൻ കൊല്ലംകോടുകാരനാണോ? അല്ലല്ല, ഞാൻ പെരുങ്ങോട്ടുകുറിശി, ആലത്തൂരാണ് അല്ലേ? ആലത്തൂരിന്റെ അടുത്ത്. എന്നോട് ഒരിക്കൽ പറഞ്ഞാണ്. കോട്ടായി പരുത്തിപ്പുള്ളി. പരുത്തിപ്പുള്ളിയിലാണോ വീട്? അല്ല, അതെ, പരുത്തിപ്പുള്ളി തന്നെ വീട്. ഓക്കെ. അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർത്തു. ഞാൻ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ. ശ്രീ ശശിധരൻ അവിടെ കൃഷിക്കാരനാണല്ലോ അല്ലേ? കൃഷിക്കാരനല്ല, ഞാനൊരു ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിരിക്കുന്നത്. എന്ത് പ്രതീക്ഷിച്ചിരുന്നു ബഡ്ജറ്റിൽ നിന്ന്? ഞാൻ ടയർ കമ്പനിയില്. എന്താ ഈ ബഡ്ജറ്റിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിച്ചത്? അത് കിട്ടിയോ? പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ ഏകദം സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ്. എന്താ സൂപ്പറായി തോന്നിയത്? എന്താ സൂപ്പറായി തോന്നിയത്? എല്ലാ ബഡ്ജറ്റുകളും കുറവില്ലാണ്ട് നമുക്ക് യാതൊരു. ഞാൻ ചോദിക്കുന്നത്, അതിൽ അങ്ങേക്ക് ഏറ്റവും സൂപ്പറായി തോന്നിയത് എന്താണ്? സൂപ്പറായിട്ട് തോന്നിയത് തുറമുഖം. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ. പിന്നെ പെൻഷന്റെ കാര്യം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം 3000 രൂപ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കാസിം എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. കാസിം കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂട്ടിക്കൽ പഞ്ചായത്ത്. കൂട്ടിക്കലാണ്. കൂട്ടിക്കൽ പഞ്ചായത്ത്, കോട്ടയം ജില്ല. എനിക്കറിയാം കൂട്ടിക്കൽ. അപ്പോ ശ്രീ കാസിമിന് എന്താ ഈ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയാണോ പറയാനുള്ളത്? എന്താണ് ഇപ്പൊ ഈ ബജറ്റ്? റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഈ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ 170 രൂപയോളം റബ്ബറിന് താങ്ങൂലുണ്ട്. അപ്പൊ പിന്നെ 250 സ്ഥിരമാക്കും എന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അങ്ങേക്ക് ബജറ്റ് ഇഷ്ടപ്പെട്ടില്ല മൊത്തത്തിൽ? ഇല്ല, ഇത് സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി ഉണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ സുരക്ഷാ പദ്ധതികളില്ല. അതുപോലെ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ പ്രൈവറ്റ് ബസ്സുകാരുടെ നിലനിൽപ്പിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ? കുറച്ചൊരു ബാജോടി എല്ലാം എന്തെങ്കിലും നടത്തിയിട്ടുണ്ട് ബഡ്ജറ്റില്. അപ്പൊ അങ്ങക്ക് ഇത് എവിടെയാണ് ഇത് കൂടിപ്പോയത്? അവിടെ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് വരണം എന്ന് തോന്നിയത് അങ്ങനെ വല്ല മേഖലയുണ്ടോ? കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികൾ ഈ സർക്കാർ പേര് മാറ്റി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതേത് പദ്ധതിയാ? പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ ബഡ്ജറ്റിൽ ഇപ്പം ഇലക്ഷൻ മുമ്പ് വീടാന്തരം കയറി ട്രാൻസ്പോർട്ട് ബസ്സിലെല്ലാം തന്നെ പിന്നെ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അല്ല, ഏത് പേര് മാറ്റി എന്ന് പറഞ്ഞ ഏത് പദ്ധതി? ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. പേര് മാറ്റിയത് ബഡ്ജറ്റിൽ പൊതുവേ ബഡ്ജറ്റിൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പേര് മാറ്റിയ ഒരു പദ്ധതി എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? പേര് മാറ്റിയെന്ന് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനക്ഷേമ പദ്ധതിയും പറഞ്ഞ് നടപ്പാക്കിയ പല പദ്ധതികളും കഴിഞ്ഞ സർക്കാർ ഞാൻ ചോദിക്കുന്നത് അത് ഏതാണെന്ന്. ശരി, ഓക്കെ. അപ്പൊ രാജൻ തിരുവല്ലയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ രാജൻ, നമസ്തേ സാർ. നമസ്കാരം. എല്ലാം കൊണ്ടും നല്ലൊരു ബഡ്ജറ്റാണ്, എല്ലാവരെയും സ്പർശിച്ചുകൊണ്ട് ആണോ? നല്ലൊരു ബഡ്ജറ്റാണ്. അപ്പൊ ചില പ്രേക്ഷകർ പറയുന്നു സ്ത്രീ സുരക്ഷയെ കുറിച്ച് മിണ്ടുന്നില്ല. അതല്ല, അതിപ്പം കൊടുത്താലോ, സ്ത്രീകൾക്ക് ബസ്സിനകത്ത് ഫ്രീ ആയിട്ട് കൊടുത്തല്ലോ. പിന്നെ വൃദ്ധജനങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരല്ലല്ലോ, സ്ത്രീയും ഉണ്ടല്ലോ, സ്ത്രീക്കും പുരുഷനും ഉണ്ടല്ലോ. അപ്പൊ അല്ല, സ്ത്രീ സുരക്ഷയെ കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ ഇപ്പൊ ഒരാൾ എന്നോട് ഇപ്പൊ സംസാരിച്ചതാ, അപ്പൊ ഞാൻ അതിന്റെ മറുപടിയാണ് അങ്ങോട്ട് ചോദിച്ചു. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്ത്രീകളും ഇല്ലേ? സ്ത്രീ സുരക്ഷയെ കുറിച്ച് സുരക്ഷ പറഞ്ഞില്ലെന്നാണ് എന്നോട് മുന്നൊരാൾ പറഞ്ഞത്. എനിക്കതിൽ പ്രത്യേകിച്ച് അറിയില്ല. ഞാൻ ചോദിച്ചത് അതിലെന്തെങ്കിലും വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സുരക്ഷ ഉണ്ടല്ലോ. വൃദ്ധജനങ്ങളുടെ കാര്യമല്ലല്ലോ പറയുന്നത്, സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് പറയുന്നത് ഞാൻ. ശരി, ഓക്കെ, വ്യക്തമാണ്. ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരം. ശ്രീ ചന്ദ്രൻ നായർ. സാർ, കേരളീയരുടെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റ് തന്നെയാണ് സാർ. അതായത് വിദ്യാർത്ഥികൾ മുതൽ വൃദ്ധരെ വരെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. മാത്രമല്ല സാർ, ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് 50% എന്താ വെച്ചാൽ നികുതി ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സാർ. ഏതായാലും എന്ന് വെച്ചാൽ ഒരു നല്ല ബഡ്ജറ്റാണ് സാർ. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ബഡ്ജറ്റാണിത്. ശരി, ഓക്കെ. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു ബ്രേക്ക് എടുത്ത് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് CM കോൺസെൻട്രേറ്റ്സ് മോർ ഓൺ കൊച്ചി ആൻഡ് തൃശ്ശൂർ, നത്തിങ് ഫോർ തിരുവനന്തപുരം ആൻഡ് മിഡ് ട്രാവൻകൂർ എന്ന് എന്നോട് പറയുന്നു. ഓക്കെ, ബജറ്റ് ഈസ് primarily a statement of income and expenditure, nothing more or less. The government has to find money to spend on welfare measures. The announcement on other measures can wait in coming years. ഓക്കെ എന്ന് എന്നോട് ശ്രീ രാഘവൻ നായർ പറയുന്നു. ഓക്കെ, ശരിയാണ്. ബേസിക്കലി ഒരു വരുമാനം നമ്മളെങ്ങനെ വിനിയോഗിക്കുമെന്നതിൻ്റെ ഒരു രൂപരേഖയാണല്ലോ ബഡ്ജറ്റ്. പക്ഷേ ബഡ്ജറ്റിന് ഒരു കാഴ്ചപ്പാടുണ്ടാകാം. ബഡ്ജറ്റ് എന്തൊക്കെ മേഖലയിൽ സ്ട്രെസ് കൊടുക്കുന്നു എന്നതൊക്കെ ഒരു സുപ്രധാനമായ കാര്യമാണ്. സതി ബാബുരാജ് എന്നോട് പറയുന്നു, നമസ്കാരം മനു, ദിസ് ബഡ്ജറ്റ് ഇസ് മീഡിയം ബട്ട് ഐ തിങ്ക് വേർ ഈസ് ദിസ് ഇൻകം കമ്മിങ് ഫ്രം? ടുഡേ യു ആർ ഗുഡ് ലുക്കിംഗ്, യുവർ കോട്ട് ഇസ് സൂപ്പർ, പ്രേ ഫോർ യുവർ ഗുഡ് ഹെൽത്ത് എന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സതി ബാബുരാജിന് ഇതൊരു ഇടത്തരം സമ്മിശ്ര പ്രതികരണം എന്നുള്ള ഒരു ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ രാഘവൻ നായർ എന്നോട് പറയുന്നത് ഇത് വലിയ അനൗൺസ്മെൻറ്റുകൾ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കരുത്, അതൊരു വരവ് ചിലവ് കണക്കുകളുടെ ഒരു പത്രിക മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, മണികണ്ഠൻ എന്നോടൊപ്പം
തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മണികണ്ഠൻ, ഈ തിരുവനന്തപുരത്തിനൊന്നും കിട്ടിയില്ല എന്നൊരു പരാതി ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എനിക്കിതിൽ എഴുതുകയാണ്. അങ്ങനെ തോന്നിയോ? മണിക്കുട്ടൻ. സാർ സോറി, എൻ്റെ ഒരു മണികണ്ഠനല്ല, മണിക്കുട്ടൻ. ഓക്കെ. സാറ് തിരുവനന്തപുരത്തിന് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മൊത്തമായി ഭിന്നശേഷി മേഖലയ്ക്ക് ഇപ്പോഴത്തെ ബജറ്റിൽ എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് തന്നില്ല എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാർ, ഇപ്പൊ നമ്മുടെ സ്ത്രീകൾക്ക് 1,88,00,000 വരുന്ന സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യയാത്ര അനുവദിച്ചു. ഇതില് ഏകദേശം 8 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർ കേരളത്തിലുണ്ട്. ഈ 8 ലക്ഷത്തിൽ ഏകദേശം 4,20,000 പേരും സ്ത്രീകളാണ്. ബാക്കി വരുന്ന 3,80,000 പേരെ പുരുഷന്മാരായിട്ടുള്ളൂ. ആദ്യം അവർക്കല്ലേ കൊടുക്കേണ്ടത്. അതായത് ഇതില് 99% ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണുള്ളത്. അപ്പൊ ആ ഒരു അവരെ പരിഗണിച്ചതേ ഇല്ല ഇതിലൊന്നും. പിന്നെ വേറൊന്ന് സാർ, ആശ്വാസീകരൺ പദ്ധതി എന്ന് പറഞ്ഞിട്ട് 600 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് ഇപ്രാവശ്യം ഒന്നും അലോട്ടായിട്ട് കണ്ടതില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ ആ ബജറ്റില് കഴിഞ്ഞ വർഷം 50 കോടിയായിരുന്നത് ഇപ്രാവശ്യം അത് 100 കോടിയായിട്ട് അനുവദിക്കുകയും 600 രൂപ എന്നുള്ളത് 1000 രൂപയായിട്ട് മാസം പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ ബജറ്റിൽ അതിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ല. മൊത്തത്തിലൊരു 590 കോടി രൂപ അനുവദിച്ചുകൊണ്ട് 490 കോടി അനുവദിച്ചുകൊണ്ട് മൊത്തത്തില് ഒന്ന് പറയുന്നുണ്ടെന്നല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഇത് പേര് പറഞ്ഞു പോകുന്നല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ മറ്റൊന്ന്, സ്പെഷ്യൽ സ്കൂൾ മേഖല 405ഓളം സ്പെഷ്യൽ സ്കൂൾ കേരളത്തിലുണ്ട്. ഈ സ്പെഷ്യൽ സ്കൂളിനായിട്ട് കഴിഞ്ഞ വർഷം 62 കോടി അനുവദിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പ്രത്യേകിച്ച് 1 രൂപ അനുവദിച്ചായിട്ട് പ്രത്യേകിച്ച് കണ്ടില്ല. അപ്പൊ ഈ സ്പെഷ്യൽ അതായത് മൊത്തമായിട്ട് ഭിന്നശേഷി മേഖലയെ മൊത്തമായിട്ട് അവഗണിക്കുന്നതാണ് കണ്ടത്. അതിൽ ആകെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ആ കാറിന് 15 ലക്ഷം രൂപയുടെ അതാക്കി ഉയർത്തിയിട്ടുണ്ട്. അതായത് ടാക്സ് എക്സ്ക്യൂസ് 15 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതാണ് 90, ഞാൻ പറഞ്ഞല്ലോ സാർ, 99%. അതിൽ എത്ര പേര് കാറ് വാങ്ങുമെന്നുള്ളത് അതിലറിയാം. പക്ഷെ നല്ലൊരു കാര്യം തന്നെയാണ്. അതാണ് നല്ലൊരു ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകളെ അപ്പൊ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്ന ഒരു വിഭാഗമായിരുന്നു സ്പെഷ്യൽ സ്കൂൾ, അല്ലേ? അത് ബജറ്റ് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ മറ്റൊരു കാര്യം സാർ, ഈ ഭിന്നശേഷി വിഭാഗത്തെ നമ്മള് ഇപ്പൊ പല സ്ഥാപനങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നൊക്കെ ഉള്ള ഒരു നിലപാട് പലയിടത്തും കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇനിയും ദ്രുതഗതിയിൽ മാറേണ്ടതുണ്ട്, അല്ലേ? ഇത് പലരും ഇപ്പോൾ വലിയ പ്രയാസം. എനിക്ക് തന്നെ ഒന്ന് രണ്ട് പേരെ അറിയാം. അവർക്ക് ഓഫീസുകളിൽ പോകാനും അല്ലെങ്കിൽ അവർ ജോലിയെടുക്കുന്ന സ്ഥലത്തൊന്ന് കൃത്യമായി പോകാനും അവർക്ക് അതിനൊരു മൊബിലിറ്റി വരാനും ഒക്കെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പോലും നടത്താൻ കഴിയുന്ന കാര്യങ്ങളിൽ വരെ നമ്മൾ അങ്ങനെ എന്തുകൊണ്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയും ചെയ്താൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ ചില ഘട്ടങ്ങളിൽ ഒരു വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയം. അതുപോലെ സാർ, മറ്റൊരു കാര്യം ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല. 2016 RPW ആക്ട് വന്നതോടുകൂടി എനിക്കൊന്ന് ശ്രീ മണിക്കുട്ടന്റെ ടെലിഫോണിൽ എന്തോ പറ്റി. ഏതായാലും അദ്ദേഹം പറഞ്ഞു സാർ, 2016 ആക്ട് വന്നതോടുകൂടി ഇതുവരെയ്ക്കും നമ്മുടെ ഭിന്നശേഷി മേഖല ഒരു ഔദാര്യത്തിന്റെ പുറത്തായിരുന്നു എല്ലാ ഗവൺമെന്റിനും തന്നുകൊണ്ടിരുന്നത്. പക്ഷെ 2016 ആക്ട് വന്നതോടുകൂടി അത് നമ്മുടെ അവകാശമായി മാറിയിട്ടുണ്ട്. നമ്മുടെ അവകാശം എന്തുകൊണ്ട് അത് തരുന്നില്ല? അത് മാത്രമാണ് എനിക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്. അത് തീർച്ചയായും അതൊരു നാടിന്റെ അവകാശമാണ്. അത് ശക്തമായി ഉയർത്തേണ്ട ഒരു വിഷയമാണ്. സ്പെഷ്യൽ സ്കൂൾ പോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനമായാലും സ്പെഷ്യൽ സ്കൂൾ പോലുള്ള മേഖലകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സതീഷിനെ അത് പഠിപ്പിക്കേണ്ട എന്നാണ് ജയകുമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ് കുമാർ പറയുന്നു മനു സാറിനെ കണ്ടിട്ട് മനസ്സിലായില്ല, എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു അലച്ചിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. റംലത്ത് എന്നോടൊപ്പം ചേരുന്നു അരൂരിൽ നിന്ന്. ശ്രീ റംലത്ത്. ഓക്കെ സാറേ, പറഞ്ഞു. പിന്നെ ബജറ്റിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോ 10 വർഷമായിട്ട് നമ്മൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു മാറ്റം വന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എന്ത് മാറ്റമാണ് റംലത്തിനെ സ്വാധീനിച്ചത്, സന്തോഷം തോന്നിയത്? എനിക്ക് മാറ്റം വരുന്നെന്ന് പറഞ്ഞാല് സ്ത്രീ ഇതിൽപ്പെട്ട ആൾക്കാര്, സ്ത്രീകൾക്കാണല്ലോ വീട്ടില് കൂടുതൽ ദുരിതവും കഷ്ടപ്പാടും. അവര് ജോലിക്കൊക്കെ പോകാനായിട്ട് കിടന്നു ബുദ്ധിമുട്ടില്ലേ? എത്ര പേരോട് പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോ വീട്ടിലുള്ളവരോട് ഇതൊക്കെ. ഞാനും ഒരു സ്ത്രീയല്ലേ, അതുകൊണ്ട് പറയുന്ന സാറേ, അപ്പൊ എത്ര പേരോട് നമ്മളൊന്ന് ചോദിച്ചും പിടിച്ചൊക്കെയാണ് പൈസയൊക്കെ റെഡിയാക്കിക്കൊണ്ട് നമ്മളൊരു ബസ് യാത്ര എവിടെയെങ്കിലും ഒന്ന് ദൂരെ യാത്ര ചെയ്യണമെങ്കിൽ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ പോകുന്നത്. ഇപ്പൊ നമുക്കൊരു സൗജന്യ പ്രിയദർശിനിയുടെ പേരിൽ ഒരു സൗജന്യ യാത്ര തന്നെ
തരുന്ന ഇത് അതും ഏറ്റവും വലിയ ഒരു ഇതല്ലേ. പിന്നെ ക്ഷീരമേഖലയ്ക്ക് പശു വളർത്തലൊക്കെ ഉള്ളതാണ്, എനിക്കും ഉണ്ട് പശു വളർത്തലൊക്കെ. 10 വർഷമായിട്ട് നമുക്ക് ക്ഷീരമേഖലയ്ക്ക് യാതൊരുവിധ ഊന്നലും അപ്പൊ നമുക്ക് ശ്രീ റംലത്തിന് ടെലിഫോണിൽ എന്തോ വലിയ ശബ്ദം കേൾക്കുന്നുണ്ടോ, ജാറിങ് വരുന്നത്? അതായത് അങ്ങ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അപ്പൊ സ്ത്രീകൾക്കൊരു നേട്ടം കിട്ടി, അതുപോലെ ക്ഷീരമേഖലയ്ക്ക് ഒരു നേട്ടം കിട്ടി. ഇതൊക്കെ റംലത്തിനെ പോലുള്ള സ്ത്രീകൾക്ക് ഒരു സന്തോഷം പകരുന്ന വിവരമാണ് അല്ലേ? കാർഷിക മേഖലയ്ക്ക് നല്ലൊരു ഊന്നലാണ്. ശരി, യെസ്, വ്യക്തമാണ്. അപ്പോൾ ശ്രീ പങ്കജാക്ഷൻ നായർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ ധാരാളം അയക്കുന്നുണ്ട്. സന്തോഷം പങ്കജാക്ഷൻ നായർ, അങ്ങയുടെ ചുവന്ന ഹൃദയങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. അപ്പം മുരളീധരൻ PD എന്നോട് പറയുന്നത് ടൂറിസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല, കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ഗുണം അല്ല, അത് ഗുണം ചെയ്യും, ടൂറിസത്തിന് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നു. ശ്രീ AK കൃഷ്ണൻകുട്ടി പറയുന്നു ഞാൻ ഇന്ന് ടെലിഫോൺ ചെയ്യുന്നില്ല, എല്ലാവർക്കും അവസരം കിട്ടട്ടെ. അതൊരു നല്ല കാര്യം. ഞാൻ പറയുന്നത് അതല്ല, വിളിക്കാത്തതല്ല, ആളുകൾക്കെല്ലാം അവസരം കിട്ടണം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം എല്ലാവരെയും ഇൻക്ലൂസീവ് ആകുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ മുദ്രാവാക്യം. ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില ആളുകളെ ചിലപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റില്ല, അത് അവർ കുറച്ചൊക്കെ തിരുത്തേണ്ടി വരും. കാരണം കമൻ്റ് ഇടുമ്പോഴൊക്കെ വളരെയധികം നല്ല നിലവാരം പുലർത്താത്ത ആളുകളെ അല്ലാതെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് നമുക്കറിയാലോ, അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളും ആ നിലവാരത്തിലുള്ള ആളെന്ന് വിചാരിച്ചു പോകും. ഓക്കെ, ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു ജാംനഗറിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ജാംനഗറിലിരുന്ന് നമ്മുടെ ബഡ്ജറ്റൊക്കെ കേൾക്കുന്നതായിരിക്കും അല്ലേ? അല്ല, ബഡ്ജറ്റ് ഞാൻ പകല് കണ്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രത്യേക കാര്യം എംഫസൈസ് ചെയ്യാനാണ് ഞാൻ വിളിച്ചത്. അദാനിയെ കുറ്റം പറയുന്ന കേട്ട് എനിക്ക് അദാനിയായിട്ട് ബന്ധമില്ല കേട്ടോ. ജാംനഗറിലെ അദാനിയുടെ ഒരു എന്റർപ്രൈസ് സ്കൂളിലോ ഒന്നുമില്ല. സ്വകാര്യ മേഖല എല്ലാം അദാനിക്ക് ഇപ്പൊ അവിടെ വരണം ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വുഡ് മാക്കൻസീസ് ഗ്ലോബൽ സോളാർ ഫോട്ടോവോൾട്ടൈക് മൊഡ്യൂൾ മാനുഫാക്ചർ റാങ്കിങ്ങില് 2026 അത് ലോകത്തിലെ 5ാമതായിട്ട് അത് റാങ്ക് ചെയ്തിരിക്കും മെക്കൻസി. ഒരു കാലത്ത് ആരോ അമേരിക്കയിലെ ഏതൊരു ഏജൻസി അദാനി കുറ്റം പറഞ്ഞപ്പോൾ അതിന്റെ വലിയ പബ്ലിസിറ്റി ആക്കാൻ പറഞ്ഞു. പക്ഷെ അത് നല്ലത് വന്നത് ഒരു ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളൊക്കെ കിടന്ന് പള്ളുരുത്തി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തന്നെ എന്റെ അടുത്തുള്ള പാമ്പിന്റെ പേടിച്ചിട്ട് അതിന്റെ അടുത്തുകൂടി പോകാൻ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തന്നെയാണ് സതീശനും പിന്തുടരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു. ഞാൻ ഈ കളിയാക്കുന്ന ടോണിൽ പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. കാരണം ഇവിടെ 250 ജിഗാവാട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞു റിന്യൂവബിൾ എനർജി ഇന്ത്യ. അതിൽ 50 ഇത് ജിഗാവാട്ടും ഇവിടുന്നാ പോകുന്നത്, ഗുജറാത്തിൽ നിന്ന്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പൊല്യൂഷനും ഇല്ലാത്ത സ്വകാര്യ മേഖലയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് സതീശിനെ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം പറയുന്നതൊക്കെ എത്ര ശതമാനം പ്രാവർത്തികമാകുന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. സ്വകാര്യ മേഖലയിൽ അവിടെ ആരെങ്കിലും വരുമോ പേടിച്ചിട്ട്? ഇതുമായി നോക്കുകൂലിയും മറ്റതും മറിച്ചത് എല്ലാ സംഭവങ്ങളും ഒക്കെ ഉള്ളത്. ആ കാസർഗോഡ് സൈഡിലൊക്കെ എത്ര സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടെന്നറിയോ? അവിടെയൊക്കെ എന്തെങ്കിലും ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടാറ്റയുടെ ഒരു വിൻഡ് എനർജി പ്ലാന്റ് ഉണ്ട്. എന്ത് ഇലക്ട്രിസിറ്റിയാണ് കൊണ്ടിരുന്നതെന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്ത വേറെ പല ഇതുകളൊക്കെ ആയിട്ട് ഇതിന്റെ മലിനീകരണം ഇല്ലാത്ത. കേരളത്തിൽ അതേസമയം സ്വകാര്യ മേഖല ഇലക്ട്രിസിറ്റിക്ക് ടൊറന്റ് പവറിനോ ടാറ്റ പവറിനോ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്വകാര്യ മേഖല കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവര് ഒരു കാര്യം കൂടി അങ്ങ് നിർത്തിക്കോട്ടെ. മലബാറിന് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞു. ഞാൻ പഴയ കാലത്ത് അവിടെ ഉണ്ടായിരുന്നോണ്ട് ഒരു കളിയുടെ ഒരു വലിയ ഞാൻ നമ്മളിപ്പോ ഈ വേൾഡ് കപ്പ് കണ്ടപ്പോൾ പല ആളുകളും കുറിച്ചൊരു കാര്യം, ഈ കാപ്പോ വെർദെ ഒക്കെ അവിടെ വേൾഡ് കപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ മലപ്പുറത്തിന്റെ 5-1 മറ്റോ സ്ഥലമുള്ള അല്ലെങ്കിൽ ജനസംഖ്യയുള്ളൊരു നാടൊക്കെ ഫുട്ബോളിൽ അവിടെ സ്പെയിനിനെയൊക്കെ ഏറ്റുമുട്ടി അവർ സമനില പിടിക്കുമ്പോൾ നമുക്ക് 140-ലധികം കോടി മനുഷ്യരുള്ള ഈ നാടിന് എന്തുകൊണ്ട് അവിടെ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ ചോദ്യം. അപ്പൊ അങ്ങ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. താങ്കൾ അതിനോട് പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നത് വളരെ നന്നായി എന്ന് പറയണേ. വളരെ സന്തോഷമായി. കാരണം ഞാനൊരു വലിയ ഒരു അംബീഷനുള്ള ആളാ. നമുക്കൊന്നും ചെറുപ്പത്തിൽ ഒരു ബൂട്ട്സ് മേടിക്കാൻ കാശില്ലാതെ ബെയർഫുട്ടായിട്ട് കളിച്ച് നടന്നിരുന്ന പാർട്ടീസൊക്കെ. ശരി, അപ്പോൾ സമയം കഴിഞ്ഞത് കൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ ശരിയാണോ എന്നതായിരുന്നു.
അപ്പോൾ അതിൽ 20% ആളുകൾ മാത്രമേ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. 80% ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളിൽ ഒരു കഴമ്പും ഇല്ല എന്നതാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും സംസ്ഥാന ബജറ്റിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചത്. ഏതായാലും ഒരു കാര്യം, ഒരു ബജറ്റിനെ കാലം ഓർക്കുക, ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്നത് കണക്കാക്കിയാണ്. പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുക എന്നത് ഒരു വലിയ പരീക്ഷയാണ്. വി ഡി സതീശൻ ആ വലിയ പരീക്ഷയാണ് നേരിടുന്നത്. അത് ആദ്യ ബജറ്റ്, വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഒരു പുതിയ വികസന മാതൃകയുടെ തുടക്കമാണോ, അതോ രാഷ്ട്രീയ വാഗ്ദാനങ്ങളുടെ മറ്റൊരു മാതൃകയാണോ? ആ ചോദ്യത്തിന് കാലം ഉത്തരം നൽകും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.